അതെ, ശ്രീജിത്തേട്ട എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശ്രീജിത്തേട്ട അതൊക്കെ പോട്ടെ, നമുക്ക് അതൊക്കെ വിട്ടേക്കോ. കാരണം ഞാൻ അയാളോട് പറയാൻ പാടില്ല, അയാൾ പാർട്ടി അനുഭാവിയോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്, പാർട്ടി നേതാക്കന്മാരെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, ശരി ശ്രീജിത്തേട്ട, നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പം നേരെ അപ്പുറത്ത് ആരുണ്ട്, ശ്രീജിത്തേട്ടൻ്റെ ഭാര്യ ടൂ വീലറിന്. ഞാൻ പറഞ്ഞു, ശരി കേട്ടോ, പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പോന്നു. ഈ പട്ടേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് എത്തണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്താം. ശ്രീജിത്തേട്ടൻ്റെ വീട്ടിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഇന്നലെ കണ്ട സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു 10 മിനിറ്റിലധികം എത്തും. ഈ പറയുന്ന എൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഈ പറയുന്ന നേതാവ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയി എന്നാണ്. ശ്രീജിത്ത്, ആ നേതാവ് ആരാണെന്ന് പേര് പറയാമോ പ്രമോദിന്? കാരണം ഇനി ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, പ്രമോദ് പാർട്ടിയുടെ ഘടകത്തിലില്ല. അതെ, അല്ല ഒളിച്ചു വെക്കേണ്ട അല്ല, ഘടകത്തിലില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഗൂഢാലോചനക്കാരെ പുറത്തിറങ്ങണമെങ്കിൽ നിയമപരമായിട്ട് ഇത്തരം ആളുകളുടെ തെളിവ് സഹിതം നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇന്ന് രാവിലെ മുതൽ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഇത്ര മാത്രം ഇങ്ങനെ ഗൂഢാലോചന നടത്തി പുറത്താക്കുമ്പോൾ ആ ആൾക്കാരൊക്കെ പുറത്തറിയണ്ടേ? അറിയണ്ടേ? റിജുലെ എന്ന് പറയപ്പെടുന്ന ലോക്കൽ കമ്മിറ്റി അംഗവും അടക്കമുള്ളവരാണ്, അവരടക്കമുള്ള ഒരു സംഘമാണ്. അതെ, അതായത് അരുണേട്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പോകുന്നത് ഇന്നലെ ഞാൻ ആ വീട്ടിന്റെ മുന്നിൽ സമരത്തിന് അവിടെ പ്രതിഷേധം അറിയിക്കാൻ പോയതിന്റെ ഭാഗമായി മാത്രമാണ്. മനസ്സിലായി. അതുവരെ ഞാൻ വീട്ടിൽ പോകാത്ത എന്നോട് നിങ്ങൾ നിരന്തരം ശ്രീജിത്തിന് ഇടപെട്ടു എന്ന് പറയുന്ന ഒരു വിഷയം പാർട്ടി നേതൃത്വത്തിൻ്റെ അടുത്തേക്ക് ആരാണ് കൊണ്ടുപോയത്? പട്ടേരി വെച്ച് ഞാൻ കണ്ട ശ്രീജിത്തിന് സംസാരിച്ചത്, ഞാൻ ശ്രീജിത്തിന് വീട്ടിൽ പോയി എന്ന് പറയുന്നത് പാർട്ടിയോട് ആരാണ് പറഞ്ഞത്? ആരാണ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇതുവരെ പാർട്ടി പറഞ്ഞതിന് ശേഷം ശ്രീജിത്തിനെ ഫോൺ കോളിലോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും പറയാത്ത പ്രമോദ് അങ്ങനെ ചെയ്തു എന്ന് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ശരി, അതാണ് ഇനി പുറത്തു വരേണ്ടത്. പ്രമോദ് പറഞ്ഞതിൽ ഒരു കാര്യം ഗുരുതരമാണ്. PSC നിയമനത്തിന് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്ന് കത്തുമായി വരുന്നൊരു രീതി, അതാണ് താങ്കൾ പറഞ്ഞതെന്ന് പറയുമ്പോഴും അവിടെ PSC നിയമനത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. അത് വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. പക്ഷേ അത് തന്നെയാണ് ശ്രീജിത്ത് പറഞ്ഞത് എന്ന് സത്യസന്ധമായി പറയുകയായിരുന്നു എന്നത് അംഗീകരിക്കുന്നു.